നമ്പർ മാറുന്നതനുസരിച്ച് ഓരോ എലമെൻറ്റിൻ്റെയും മാസ് നമ്പർ മാറുന്നതനുസരിച്ച് അതിൻ്റെ റേഡിയസ് മാറും, റേഡിയസ് മാറുന്നതനുസരിച്ച് അതിൻ്റെ വോളിയം മാറും അല്ലേ. അപ്പോൾ ഓരോന്നിനും ഓരോ റേഡിയസ് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദി മാസ് നമ്പർ. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റിനെ കുറിച്ചാണ്. ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ഡെൻസറാണ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം എടുക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ഒരു ആറ്റം എടുക്കുന്നു. ഒരു ആറ്റം, ആ ആറ്റത്തിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എ എടുക്കുന്നു, അറ്റോമിക് നമ്പർ ഇസഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, മാസ് നമ്പർ എ, അറ്റോമിക് നമ്പർ ഇസഡ്. ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറുള്ള ഒരാൾ, അതിൻ്റെ ചാർജ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാർജ് ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറുടെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എത്രയായിരിക്കും? ഇസഡ് ഇ ആയിരിക്കും അല്ലേ. ഇനി എ എന്ന മാസ് നമ്പറുള്ള ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ മാസ് എത്രയായിരിക്കും എന്ന് പറയാമോ? എ എന്നൊരു മാസ് നമ്പറുള്ള ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മാസ് എത്രയായിരിക്കും എന്ന് പറയാമോ? എത്രയായിരിക്കും? അതായത് നമ്മളിപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ മാസ് നമ്മൾ 1 AMU എന്ന് അപ്രോക്സിമേറ്റ് എടുക്കാറുണ്ട് ഇല്ലേ. ഒരു ന്യൂട്രോണിൻ്റെ മാസം നമ്മൾ 1 AMU എന്ന് തന്നെയാണ് അപ്രോക്സിമേറ്റ് എടുക്കുന്നത്. ഓക്കെ, ചെറിയ വ്യത്യാസമുണ്ട്, 0.008, 0.007 അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും അപ്രോക്സിമേറ്റ് മാസ് രണ്ട് പേരെ നമുക്ക് എന്ത് തന്നെ എടുക്കാം? 1 AMU എന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോട്ടോൺ ആണെങ്കിൽ 1 AMU, ഒരു ന്യൂട്രോൺ ആണെങ്കിൽ 1 AMU. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, എങ്കിൽ മാസ് നമ്പർ എ ഉള്ള ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് എത്രയാണ്? മാസ് നമ്പർ എ ഉള്ള ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് എത്രയാണ്? ചുമ്മായെങ്കിലും പറയടേ. ഇവിടെ മാസ് നമ്പർ എ ഉള്ള ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പറുള്ള അല്ലെങ്കിൽ ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉള്ള ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇസഡ് ഇ ആണ് അല്ലേ. എങ്കിൽ മാസ് നമ്പർ എ ഉള്ള ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇസഡ് പ്ലസ് എ ആ. എന്തിനാണ് ഇസഡ് പ്ലസ് എ എടുക്കുന്നത്? ഈ എ എന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് പ്ലസ് എൻ അല്ലേ. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ചേർന്നതല്ലേ അല്ലേ. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ അവൻ്റെ മാസ് ഇസഡ് AMU അല്ലേ അല്ലേ. എൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടെങ്കിൽ അവൻ്റെ മാസ് NAMU അല്ലേ. ഈ ഇസഡും എന്നും കൂടെ ചേർത്തല്ലേ എ വന്നിരിക്കുന്നത്. അപ്പോൾ എ മാസ് നമ്പർ ഉണ്ടെങ്കിൽ അവൻ്റെ മാസ് AMU അല്ലേ അല്ലേ. അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചല്ലോ. അപ്പോൾ ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മാസ് നമ്മൾക്ക് അപ്രോക്സിമേറ്റ്ലി എങ്ങനെ എഴുതാം? AMU എന്ന് എടുക്കാവോടെ? എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവൻ്റെ മാസ് എത്രയാണ്? ഒരു ന്യൂക്ലിയസ് എടുത്തു, ആ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡാണ്, മാസ് നമ്പർ എ ആണ്. ഇസഡ് എന്ന അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ അവൻ്റെ ചാർജ് ഇസഡ് ഇ ആണ്. ഓക്കെ, ഇനി എ എന്നൊരു മാസ് നമ്പർ ആണെങ്കിൽ അവൻ്റെ മാസ് എന്തായിരിക്കും? AMU ആണ്. എന്തുകൊണ്ട് ഇവിടെ എന്താണ് എ വന്നില്ല? ഈ ചാർജിൻ്റെ കേസിൽ എ വരാഞ്ഞ കാര്യം എന്താ? എന്തുകൊണ്ട് ഞാൻ AE എന്ന് എഴുതിയില്ല? എന്തുകൊണ്ടാണ് ഞാൻ AE എന്ന് എഴുതാതെ ഇസഡ് എന്ന് എഴുതിയ ഒരു ന്യൂക്ലിയസ്? ആ ന്യൂക്ലിയസിൻ്റെ ചാർജിനെ ഞാൻ എന്തുകൊണ്ട് AE എന്ന് എഴുതാതെ ഇസഡ് എന്ന് എന്തുകൊണ്ട് എഴുതിയെന്നാണ് ഞാൻ ചോദ്യം. കാരണം ഇസഡ് എന്ന് പറഞ്ഞാലാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് വരുന്നത്. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 6 നമ്പർ കൂടെ ഉണ്ട്, ന്യൂട്രോണിൻ്റെ നമ്പർ കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് കൺസിഡർ ചെയ്യുമ്പോൾ ഇസഡ് മാത്രം എടുത്താൽ മതി. പക്ഷേ എ അല്ലെങ്കിൽ മാസ് എടുക്കുമ്പോഴേക്കും അവിടെ 6 മാസ് എടുക്കണം, പ്രോട്ടോണിൻ്റെ മാസും എടുക്കണം, ന്യൂട്രോണിൻ്റെ മാസും എടുക്കണം. രണ്ടുപേരുടെയും കൂടെ മാസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ടുപേരുടെയും കൂടെ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? മാസ് നമ്പർ കിട്ടുന്നത്, എ കിട്ടുന്നത്. അപ്പോൾ ആ രണ്ടുപേരുടെയും മാസ് കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എന്തെടുത്തു? AMU എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ അതിന് ഡൗട്ടില്ലല്ലോ ഇനി. അപ്പോൾ മാസ് ഓഫ് എ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? AMU ആണ്. ഓക്കെ അല്ലേ. ഇനി അപ്പോൾ ഞാൻ മാസ് M എന്ന് തന്നെ എഴുതുന്നു. വോളിയം ഓഫ് ന്യൂക്ലിയസ് എടുക്കുമ്പോഴേക്കും വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല എന്തായിരുന്നു? 4/3πr³ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയസ് ഞാൻ എടുത്തു. ആ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് റേഡിയസ് വരുന്നത്. ഓക്കെ, 6 റേഡിയസ് ഉള്ള ഒരു ന്യൂക്ലിയസ്, ഇവൻ്റെ മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ AU ആണ്. ഇവൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്. മാസിനെ ഞാൻ M എന്ന് തന്നെ എഴുതുന്നു. ഇനി വോളിയം എങ്ങനെയാണ്? ഫോർമുല എന്താണ്? 4/3πr³
ആർ ക്യൂബാണ്. ഓക്കെ, ഇത്രയും ഡൗട്ടില്ലല്ലോ. ഇനി അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം എ എന്നൊരു മാസ് നമ്പർ ഉണ്ടെങ്കിൽ അവൻ്റെ മാസ് എത്രയായിരിക്കും, ന്യൂക്ലിയസിൻ്റെ മാസ് എത്രയായിരിക്കും, എ എം യു ആയിരിക്കും മാസ് വരുന്നത്. അപ്പോൾ മാസ് എന്ന് പറയുമ്പോഴേക്കും മാസ് ഇസ് ഈക്വൽ ടു എ എം യു. കുഴപ്പമില്ലല്ലോ. ഇനി വോളിയത്തിൻ്റെ റേഡിയസ് എടുക്കാം. വോളിയം അല്ല, റേഡിയസ് എടുക്കാം. റേഡിയസ് എന്ന് പറയുമ്പോഴേക്കും ആർ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആറും ഈ മാസ് നമ്പറും നമ്മൾ റിലേഷൻ എന്താ, R0 A⁻1/3 ആണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഡെൻസിറ്റി എന്ന ഇക്വേഷനില്ലേ, ഡെൻസിറ്റി സിക്കൽ മാസ് ബൈ വോളിയം ആണ്. അതിൽ മാസും ഇതിൽ വോളിയവുമാണ്. ഇതിലേക്ക് നമ്മൾ ആരെ കൊണ്ടുവരാൻ പോവാണ്, ഈ മാസ് നമ്പറിനെ കൊണ്ടുവരാൻ പോവാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കേട്ടോ, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, അതിൽ മാസ് എന്ന് പറയുമ്പോഴേക്കും മാസ് ഇസ് ഈക്വൽ ടു എം യു ആണ് മാസ് വരുന്നത്. ഓക്കെ, ഇനി വോളിയം വരുന്നത് 4/3 r³ ആണ് അല്ലേ. ആറിന് പകരം എന്തെഴുതാം, ഈ സാധനം എഴുതിക്കൂടെ അല്ലേ. അപ്പോൾ ആറിന് പകരം R0 A⁻1/3 ഓക്കെ. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എം മാറി എം യു ആയി. കാരണം എ എന്നൊരു മാസ് നമ്പറുള്ള ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുമ്പോഴേക്കും എം യു ആയിരിക്കും അല്ലേ. ഇനി വോളിയം 4/3 r³ ആണ്. r³ പകരം R0 A⁻1/3 എടുത്തു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഒന്ന് ഞാൻ എഴുതുന്നു, എം യുവിന് വരെ ഞാൻ എഴുതുന്നു, ഡിവൈഡഡ് ബൈ ഇത് വോളിയത്തിന് വരവേ 4/3 ഈ ക്യൂബിനകത്തേക്ക് കൊടുക്കാം അല്ലേ. R0 കൊടുക്കണം, A⁻1/3 കൊടുക്കണ്ടേ. അപ്പോൾ R0 ക്യൂബ് എന്ന് പറയുമ്പോൾ R0 ക്യൂബ്. ഓക്കെ, A⁻1/3 ആണ്. A⁻1/3 ക്യൂബ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, A⁻1/3 എന്ന് വരും അല്ലേ. അപ്പോൾ A⁻3/3 എന്ന് വരും. ആ 3 വെട്ടിപ്പോവും. അപ്പോൾ എന്ത് വരും, എ എന്ന് മാത്രം വരും അല്ലേ. അതെങ്ങനെയാണ് വന്നേ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, A⁻m × A⁻n അല്ലേ. A⁻m⁴ അതെന്താ, A⁻m n എന്ന് വരും അല്ലേ. ഇവിടെ അത് തന്നെ വന്നത് A⁻1/3 അതെന്താ, A⁻3 × 3 ആണ്. അപ്പോൾ 3 × 1/3 എന്ന് വരും, അത് 3/3 എന്ന് വരും, അത് വെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു, A/4/3 R0 A എന്ന് വന്നു അല്ലേ. ഇവിടെ സെയിം ആയിട്ട് ആരുണ്ട്, എയും സെയിം ആണ് അല്ലേ. അത് രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എന്ത് വരും, 1/4/3 × R0 ആണ്. R0 വാല്യൂ എത്രയാണ്, 1.2 × 10⁻⁻15 എന്ന് വരും അല്ലേ. ഇത് നമുക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ അപ്രോക്സിമേറ്റ്ലി 10⁻17 ആണ്. 10⁻17 kg/m³ എന്ന് കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്നത്. ഈ AMU ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യും. അതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്, 10⁻17 kg/m³ ആണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പിൽ നമുക്ക് എയും വെട്ടിപ്പോയി ഇല്ലേ. ബാക്കിയുള്ളത് നോക്കിയാൽ 4/3 അതൊരു കോൺസ്റ്റൻ്റ് ആണ്. R0 ആണ്. അതിൽ R0 എന്ത് തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് വേരിയബിളായിട്ട് ഒന്നുമില്ല. അതായത് ഓരോ എലമെൻറ്റ് അനുസരിച്ച് മാറുന്നത് ആരായിരുന്നു, ഈ ഇക്വേഷനിലുണ്ടായിരുന്ന എ ആണ് അല്ലേ. ഓരോ എലമെൻറ്റ് അനുസരിച്ച് എ മാറിക്കൊണ്ടിരിക്കത്തില്ലേ, മാസ് നമ്പർ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആ മാസ് നമ്പർ എന്തായിപ്പോയി, വെട്ടിപ്പോയി. അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാ എലമെൻറ്റിനും ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാസ് നമ്പർ ഓർ അറ്റോമിക് നമ്പർ ഈ ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടിയത്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4/3 R0³ എന്ന് കിട്ടി. ഇതിൻ്റെ അകത്ത് ഇവരെല്ലാവരും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ, ഈ ഡെൻസിറ്റി എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഏത് എലമെൻ്റ് എടുത്താലും, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, എന്ത് സാധനം എടുത്താൽ, ടെല്ലൂറി ആയിക്കോട്ടെ, റുബീഡിയം ആയിക്കോട്ടെ, എന്തെടുത്താലും ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ സൈസ് സെയിം ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ സൈസ് സെയിം ആയിരിക്കും. ഓരോ എലമെൻ്റ് എടുക്കുമ്പോൾ സെയിം അല്ലേ, ആണോ? ഇന്ന് സമ്മതിച്ചു തന്നേക്കും കേട്ടോ, ആണോ അല്ലയോ? സൈസ് സെയിം അല്ലായിരിക്കും. കാരണം സൈസിൻ്റെ ഇക്വേഷൻ എന്താണ്, സൈസിൻ്റെ ഇക്വേഷൻ R = R0 A⁻1/3 ആണ്. അതായത്
ഇവിടെ ഈ റേഡിയസിന് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓരോ എലമെൻറ്റിനെ മാസ് നമ്പറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതിയത് എന്താണ്? ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു ഇവിടെ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ 1/4/3πr0 ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇതിൽ ഇവരെല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ? 4 നമ്പർ കോൺസ്റ്റൻ്റ് ആണ്, 3 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, ആറും കോൺസ്റ്റൻ്റ് ആണ്. കാരണം ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 1.2 × 10⁻⁻15. അതും ഒരു നമ്പറാണ്. അത് ആർക്കനുസരിച്ച് മാറത്തില്ല, ഒരു എലമെൻറ്റിനും അനുസരിച്ച് മാറുന്നില്ല. അതേസമയം റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ഓരോ എലമെൻറ്റിനനുസരിച്ച് മാറുന്നുണ്ട്. കാരണം ഇവിടെ ഇക്വേഷനിൽ എ ഉണ്ട് അല്ലേ. ഇവിടെ ഈ ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ ഒരു എയും ഇല്ല, ഒരു സെഡും ഇല്ല അല്ലേ. ഇവിടെ ഉള്ള എല്ലാം തന്നെയാണ് കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഒരു ന്യൂക്ലിയയുടെ റേഡിയ എടുക്കുമ്പോഴേക്കും അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഓരോ എലമെൻറ്റിൻ്റെയും മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഡെൻസിറ്റി എടുത്താൽ ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ ഒരു കൈൻഡ് ഓഫ് വേരിയബിൾസും ഇല്ല അല്ലേ. ഇസഡും ഇല്ല, എയും ഇല്ല. അപ്പോൾ എലമെൻറ്റിൻ്റെ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല, മറിച്ച് എന്തിനാണ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എല്ലാ എലമെൻറ്റിനും ന്യൂക്ലിയർ ഡെൻസിറ്റി വരുന്നത്. അത് എത്രയാണ്? ഓൾമോസ്റ്റ് 10⁻17 kg/m³ എന്ന രീതിയിലാണ് വരുന്നത്. ഭയങ്കരമാണ്. കാരണം കമ്പയർഡ് ടു ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി വെച്ചാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി പറയുന്നത് 10⁻3 1000 kg/m³ വാട്ടറിൻ്റെ ഡെൻസിറ്റി വരുന്നത്. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചുമ്മാ കട്ടി പറയാം അല്ലേ. അതായത് നമ്മൾ വെള്ളത്തിലേക്ക് നമ്മൾ തൊടുമ്പോഴേക്കും ആ വെള്ളത്തിൽ നമുക്ക് എന്താ ഡെൻസിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും വെള്ളമല്ല, ലിക്വിഡാണ്, ഫ്ലൂയിഡാണ്, അത് ഞെങ്ങി പോകാറുണ്ട്. അതേസമയം ഇവിടെ പറയുന്നത് എത്രയാണ്? 2.3 × 10⁻17 kg/m³. അത്രയും ഡെൻസറാണ്. ഈ ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയത്തില്ല മാസ് ബൈ വോളിയം എന്ന് പറയുന്ന സംഭവമില്ലേ, അത് ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? അതായത് നമ്മളൊരു വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര മാസ് ഇരിക്കുന്നു എന്നാണ് സംഭവം പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളവും ഇതിൻ്റെ അകത്ത് 1 ലിറ്റർ വെള്ളം എടുത്തെന്ന് വിചാരിക്കുക. വേറൊരു സാധനത്തിന് ഇതിനകത്ത് 1 ലിറ്റർ മെർക്കുറി എടുത്തെന്ന് വിചാരിക്കുക. മെർക്കുറി സെയിം ലിറ്റർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഇത് 1 ലിറ്റർ, ഇതും 1 ലിറ്റർ തന്നെ എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം ഇത് രണ്ടും ലിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരേപോലെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് തോന്നാം. പക്ഷേ 1 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ അകത്തെ മാസ് എന്ന് പറയുമ്പോഴേക്കും 1 ലിറ്റർ വെള്ളത്തിൽ എത്ര കിലോഗ്രാം വെള്ളമാണെന്ന് പറയാൻ പറ്റുമോ? 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം വെള്ളമാണെന്ന് പറയാമോ? ഈ കിലോഗ്രാമും ലിറ്ററും കിലോഗ്രാം രണ്ട് സാധനമാണ്, അറിയാമല്ലോ. ലിറ്റർ എന്ന് പറഞ്ഞാൽ വോളിയമാണ് അല്ലേ, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസാണ് അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ 1 ലിറ്റർ വെള്ളമുണ്ട്, അത് എത്ര കിലോഗ്രാം വെള്ളമെന്ന് പറയാമോ? ഇത് മാറ്റി വെച്ചിടുന്നു. 1 കിലോഗ്രാം വെള്ളം എന്ന് പറയുമ്പോഴേക്കും അത് എത്രയെന്ന് പറയാമോ? അത് സിമ്പിളാണ്. കേട്ടില്ല? അല്ലല്ല, അത് കൂടുതൽ തപ്പിയല്ലോ, ഞാൻ വേറെ കൂടുതൽ തപ്പി. 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വെള്ളം തന്നെയാണ്, അത് സെയിം ആയിരിക്കും. പക്ഷേ 1 ലിറ്റർ മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ മെർക്കുറി എന്ന് പറയുമ്പോഴേക്കും അത് 13.5 കിലോഗ്രാം മെർക്കുറിയാണ്. അത് നല്ല വ്യത്യാസമാണ്, മനസ്സിലായി? അതായത് ഇവിടെ നോക്കിക്കടാ, ഇതിൻ്റെ അകത്തും ഞാൻ 1 ലിറ്ററുള്ള ഒരു കുപ്പി തന്നെയാണ് എടുത്തെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു, വേറൊരു കുപ്പിക്ക് അത് 1 ലിറ്റർ മെർക്കുറി ഒഴിച്ചു, രണ്ടും കൂടെ ചെന്ന് മാസ് നോക്കിയെന്ന് വിചാരിക്കുക. അതിൽ വെള്ളത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാമേ ഉണ്ടാവുള്ളൂ. രണ്ടും ഒരേ വോളിയമാണെന്ന് ആലോചിക്കണം. ഒരേ കുപ്പി തന്നെയാണ്, ഒരേ സൈസുള്ള കുപ്പി തന്നെയാണ്. ഒരെണ്ണത്തിൽ വെള്ളം, ഒരെണ്ണത്തിൽ മെർക്കുറി. രണ്ടും വെയ് ചെയ്ത് നോക്കുന്നു. ഒരെണ്ണം കിട്ടുന്നത് 1 കിലോ ആയിരിക്കും, ഏത്? വെള്ളം. അതേസമയം മെർക്കുറി കിട്ടുന്നത് എത്രയായിരിക്കും? 13.5 കിലോഗ്രാം. അതായത് 10 കിലോഗ്രാമിൽ കൂടുതലുണ്ടാവും മെർക്കുറി. ഒന്ന് ആലോചിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരേ വോളിയത്തിൽ എത്രത്തോളം മാസ് ഇരിക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു സ്പോഞ്ച് എടുക്കുന്നു, ഈ ഡെസ്ക് എടുത്തെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം മാത്രമേ അടത്തിയെടുത്തിട്ട് അതേ സൈസുള്ളൊരു സ്പോഞ്ച് എടുത്തെന്ന് വിചാരിക്കുക. രണ്ട് വെയിറ്റ് ചെയ്ത് നോക്കുക. സ്പോഞ്ചിന് എന്ത് വെയിറ്റ് ഉണ്ടാകും? ചിലപ്പോൾ 1 കിലോ ഉണ്ടാവും. ഇത് അതേസമയം 20 കിലോ ഉണ്ടാവും. കാരണം എന്താണ്? ഇതിൻ്റെ പാർട്ടിക്കിൾസ് ടൈറ്റ്ലി പാക്ഡ് ആണ്. മനസ്സിലായി? മെർക്കുറി വരുമ്പോഴേക്കും മെർക്കുറിയുടെ പാർട്ടിക്കിൾസ് ഭയങ്കര അടുത്തടുത്തിരിക്കുകയാണ്, അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. മനസ്സിലായി? അപ്പോൾ ഒരേ വോളിയത്തിൽ തന്നെ എത്രത്തോളം മാസ് അടങ്ങിയിരിക്കുന്നു അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും വാട്ടറിൻ്റെ ഡെൻസിറ്റി 10⁻³ ആണ്. മെർക്കുറിയുടെ ഡെൻസിറ്റി വരുന്നത് 12 എത്രയാണ്? kg/m³ ആണ് വരുന്നത്. ഇവിടെ വരുന്നത് എത്രയാണെന്ന് നോക്കിയാൽ ന്യൂക്ലിയസിൻ്റെ വരുന്നത് എത്രയാണ്? 10⁻17 kg/m³ ആണ്. അതിൻ്റെ അത് സംഭവം വേറെ ഒന്നുമല്ല, ന്യൂക്ലിയസ് ഭയങ്കര ചെറുതാണല്ലോ. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് വരുന്നത് എത്രയാണ്? 10⁻−15 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം വരുന്നത് എത്രയാണ്? 10⁻45 m³ ആണ്. അപ്പോൾ ആ വോളിയത്തിൽ ഇരിക്കുന്ന ആ മാസ് ഭയങ്കര കൂടുതലാണ്. അതാണ് അത്രയും ഇത് വരുന്നത്. ഇത്രയും ഓർക്കുക. എല്ലാ ന്യൂക്ലിയസിൻ്റെയും ഡെൻസിറ്റി എത്രയായിരിക്കും? 2.3 × 10⁻17 kg/m³ ആയിരിക്കും എല്ലാ ന്യൂക്ലിയസിൻ്റെയും. ഓക്കെ. പക്ഷേ എല്ലാ ന്യൂക്ലിയസിൻ്റെയും സൈസ് സെയിം ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്കിങ്ങനെ ഒറ്റ വാല്യൂ ആണെന്ന് പറയാൻ പറ്റുമോ?
പറയാൻ പറ്റത്തില്ല. 10⁻15 മീറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്തിനനുസരിച്ച് മാറും? മാസ് നമ്പറിനനുസരിച്ച് മാറും. പക്ഷേ ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി മാറുമോ? ഇല്ല. ഡെൻസിറ്റി എല്ലാവരുടെയും എത്ര തന്നെയായിരിക്കും? 2.3 × 10⁻17 kg/m³ ആയിരിക്കും. ഓക്കെ, അത് നിർത്തി, ഉറങ്ങണ്ട.